ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ജർമ്മനിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ കുറിച്ചാണ്. ഞാൻ ജർമ്മനിയിൽ വന്നിട്ട് ഏകദേശം 4 വർഷമായി. ഈ 4 വർഷത്തിന്റെ ഇടയിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് പോസിറ്റീവ് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഇത്രയും നാളായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും വേണം. ആദ്യമായി നമുക്ക് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന്റെ കാര്യം തന്നെ നോക്കാം. ബസ് ആണെങ്കിലും റീജിയണൽ ട്രെയിനുകളോ അല്ലെങ്കിൽ ബുള്ളറ്റ് ട്രെയിനുകളാണെങ്കിലും നല്ല ഫുൾ മെയിൻറ്റൈൻഡ് ആയിരിക്കും. അതുപോലെ തന്നെ നല്ല ക്ലീനും ആയിരിക്കും. ഇവിടെ ടിക്കറ്റുകൾ നമുക്ക് ഓട്ടോമാറ്റിക് മെഷീനിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് അറിയില്ലെങ്കിൽ പോലും ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾക്ക് നിമിഷ നേരം കൊണ്ട് ടിക്കറ്റ് എടുക്കാം. അതുപോലെ ഇവിടെ ട്രാവൽ ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ആപ്പുകൾ നല്ല ആക്യുറേറ്റ് ആണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ട്രെയിൻ ലേറ്റ് ആണെങ്കിലും ട്രെയിനുകൾ ക്യാൻസലേഷൻ ഉണ്ടെങ്കിലും നമുക്ക് മുന്നേ അറിയാൻ സാധിക്കും. അടുത്തതായി ഇവിടുത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റം. ഇവിടുത്തെ പബ്ലിക് സ്കൂളുകൾ ഫുള്ളി ഫ്രീ ആണ്. നമുക്ക് ഒരു പൈസ പോലും ഇല്ലാതെ കുട്ടികളെ സ്കൂളിൽ ചേർക്കാനും പഠിപ്പിക്കാനും സാധിക്കും. അതുപോലെ ഇവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ പൈസ കുറവാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സെമസ്റ്ററിലും 200 യൂറോന് താഴെ പേ ചെയ്യുന്ന കോഴ്സുകളും ഇവിടെയുണ്ട്. ഇപ്പൊ 2 വർഷത്തെ മാസ്റ്റേഴ്സ് ആണ് നമ്മളിവിടെ ചെയ്യാൻ വരുന്നതെങ്കിൽ നമുക്ക് ഒരു വർഷം 1000 യൂറോന് താഴെ വരുന്നുള്ളൂ. മൂന്നാമതായി നമുക്ക് ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം എങ്ങനെയാന്ന് നോക്കാം. എന്തെങ്കിലും അസുഖങ്ങൾ വരാണെങ്കിൽ അടുത്തുള്ള ഹെൽത്ത് കെയർ ക്ലിനിക്കുകളിലാണ് നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടത്. അവിടെ നമുക്ക് ഫാമിലി ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. മെഡിസിൻസിന് നമ്മൾ വളരെ കുറച്ച് പൈസ നമ്മൾ ചെലവാക്കിയാൽ മതി. കുട്ടികൾക്കാണെങ്കിൽ മെഡിസിൻ ഫ്രീ ആയിരിക്കും. അടുത്തതായി കോസ്റ്റ് ഓഫ് ലിവിങ്. ഞാനിപ്പോൾ താമസിക്കുന്നത് ഒരു ചെറിയ സിറ്റിയിലായതുകൊണ്ട് എനിക്ക് കോസ്റ്റ് ഓഫ് ലിവിങ് അഫോർഡബിൾ ആണ്. പക്ഷെ വലിയ സിറ്റികളായ ബെർലിൻ പോലെയുള്ള സിറ്റികളിൽ താമസിക്കുന്നവർക്ക് ഇത് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ താമസിക്കുന്ന സിറ്റികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അടുത്തതായി ജർമ്മൻസ് എങ്ങനെയാ നോക്കാം. 5 Minuten for their Zeit ist es Deutschen Pünktlichkeit. ഇങ്ങനെയാണ് ജർമ്മൻ സാധാരണ പറയുന്നത്. ഇതിന്റെ മീനിങ് നമുക്കിപ്പോൾ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടെങ്കിൽ ആ അപ്പോയിന്റ്മെന്റിന്റെ 5 മിനിറ്റ് മുന്നേ വരുന്നതാണ് നമ്മുടെ പങ്ക്ച്വാലിറ്റി എന്നാണ് ജർമ്മൻസ് പറയുന്നത്. ഇത് ഈ പറയുന്ന പോലെ തന്നെ ജർമ്മൻസ് വളരെ പങ്ക്ച്വൽ ആണ്. നമുക്ക് ആദ്യമായിട്ട് ജർമ്മനിക്ക് വരുന്ന സമയത്ത് നമുക്ക് ശീലമില്ലാത്ത കാരണം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പിന്നീട് നമുക്കും പങ്ക്ച്വാലിറ്റി വന്നു തുടങ്ങും. പിന്നെ സാധാരണ ജർമ്മൻസിനെ എല്ലാവരും പറയാ കുറച്ച് റൂഡാണെന്നാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ വാർഡിൽ ജോലി ചെയ്യുന്ന സമയത്ത് പേഷ്യൻസ് ആണെങ്കിലും അതുപോലെ തന്നെ സ്റ്റാഫ്മാരാണെങ്കിലും ആദ്യത്തെ കുറച്ച് നാൾ കുറച്ച് അൺഫ്രണ്ട്ലി ആയിരിക്കും. പക്ഷെ പിന്നീട് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ പരിചയപ്പെട്ട് കഴിയുമ്പോൾ പിന്നീട് എനിക്ക് അത്ര കുഴപ്പം തോന്നിയിട്ടില്ല. അവർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ ജർമ്മൻസ് റൂൾസ് പാലിക്കുന്നതിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. അടുത്തതായിട്ട് നമുക്ക് ഇവിടുത്തെ ഫുഡിന്റെ കാര്യം നോക്കാം. ജർമ്മനിയിലത്തെ ഫുഡ് പ്രസന്റേഷനിലാണെങ്കിലും ക്വാണ്ടിറ്റിയിലാണെങ്കിലും നമ്പർ 1 ആണ്. ഞാൻ ജർമ്മനിയിൽ വന്നിട്ട് ടേസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫുഡുകളാണ് ബ്രാറ്റ്വ്യൂസ്റ്റ്, ബ്രോട്ട്ഷൻ, ഷ്നിറ്റ്സൽ, ഫ്ലൈഷ് സലാഡ്. അതുപോലെ ജർമ്മൻ ഫുഡ് അല്ലെങ്കിൽ തന്നെയും ജർമ്മനിയിൽ സുലഭമായി കിട്ടുന്ന ഡോണർ വളരെ ടേസ്റ്റ് ആണ്. ഇനി ജർമ്മനിയിൽ ചില ഫെസ്റ്റിവൽസ് തുടങ്ങുമ്പോൾ, അതായത് ഇപ്പോ ക്രിസ്മസ് മാർക്കറ്റ് ഒക്കെ തുടങ്ങുമ്പോൾ ചെറിയ ചെറിയ സ്റ്റോളുകളിലായിട്ട് നമുക്ക് ജർമ്മൻ ട്രഡീഷണൽ ഫുഡുകൾ കിട്ടും. അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റുള്ള വൈനുകളും ബിയറുകളും കിട്ടും. ഇതിനൊക്കെ നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ അഫോർഡബിൾ ആണ്. അതുപോലെ ജർമ്മനിയിലത്തെ വളരെ പ്രധാനപ്പെട്ട ജർമ്മൻകാർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഫുഡാണ് ബ്രോട്ട്ഷൻ അല്ലെങ്കിൽ ബ്രെഡ്. ഇത് നമുക്ക് പല ഷേപ്പിലും പല ടേസ്റ്റിലും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ രാവിലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ പല ബേക്കറികളുടെ മുമ്പിലും വലിയൊരു ക്യൂ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ ഫ്രഷ് ബ്രെഡുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ജർമ്മനി വളരെ പൊല്യൂഷൻ കുറവുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ സൈറ്റ് സീയിങ്ങിന് പറ്റിയ ധാരാളം സ്ഥലങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഒരു മോർണിംഗ് വാക്കിനോ അല്ലെങ്കിൽ ഒരു ഈവനിങ് വാക്കിനോ പോകണമെങ്കിൽ വീടിനടുത്ത് തന്നെ ഫ്രീ എൻട്രി ആയിട്ടുള്ള ഒരു പാർക്കോ അല്ലെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മരങ്ങളുള്ള സ്ഥലങ്ങളോ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാവുന്നതാണ്. അടുത്തതായി ജർമ്മനിയിലെ ഫെസ്റ്റിവൽസ്.
കോമൺ ഫെസ്റ്റിവൽസ് ആയ ക്രിസ്മസ്, ന്യൂ ഇയർ, അതുപോലെ തന്നെ ഈസ്റ്റർ സമയങ്ങളിൽ ജർമ്മനിയിലെ എല്ലാ സ്ട്രീറ്റ്സും ലൈറ്റ് കൊണ്ടും മറ്റു അലങ്കാരം കൊണ്ടും വീടുകളും നല്ല ഭംഗിയായി ആക്കിയിട്ടുണ്ടാവും. ഇതുകൂടാതെ സമ്മറിന്റെ സമയത്ത് പല സ്ഥലങ്ങളിലും സമ്മർ ഫെസ്റ്റിവൽസ് ഉണ്ടാവും, ഔട്ട്ഡോർ പാർട്ടീസ് ധാരാളം നടക്കുന്നുണ്ടാവും. ഇതുകൂടാതെ ഒക്ടോബർ ഫെസ്റ്റും അതുപോലെ തന്നെ മ്യൂസിക് ഫെസ്റ്റിവൽസും ജർമ്മനിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ നല്ലതുമാണ്. ഇനി നമുക്ക് ഇവിടുത്തെ വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. ഈ ജർമ്മനിയിൽ കിട്ടുന്ന ടാപ്പ് വാട്ടർ പൊല്യൂഷൻ ഇല്ലാത്തതായതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ ജർമ്മൻസ് ആണെങ്കിലും നമ്മളാണെങ്കിൽ പോലും വീടുകളിൽ ടാപ്പ് വാട്ടർ ആണ് കുടിക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി ഇലക്ട്രിസിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡ് നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ എന്നനുസരിച്ച് ഒരു നിശ്ചിത യൂണിറ്റ് ഉപയോഗിക്കാൻ അവർ നിർദ്ദേശിക്കും. ഇനി നമ്മൾ അതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവർ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യില്ല. അതിന് പകരം ആ വർഷാവസാനം നമുക്ക് ബില്ല് വീട്ടിലേക്ക് പോസ്റ്റ് വഴി വരും. അപ്പൊ എത്ര ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്തത് അതിനനുസരിച്ച് നമ്മൾ ക്യാഷ് പേ ചെയ്യണം. ഇപ്പൊ കുറവാണ് ഉപയോഗിച്ചതെങ്കിൽ നമ്മൾ എക്സ്ട്രാ എത്രയാണോ പേ ചെയ്തത് അതിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടും. അടുത്തത് ഇവിടുത്തെ ലൈഫ് വർക്ക് ബാലൻസ്. ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ഏതൊരാൾക്കും 20 മുതൽ 30 ദിവസം വരെ പെയ്ഡ് ആയിട്ടുള്ള വെക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ ജോബ് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ജർമ്മനി നമ്പർ 1 ആണ്. കാരണം ഒരു എംപ്ലോയർക്ക് എംപ്ലോയീസിനെ ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു റീസൺ വേണം. എൻ്റെ ഒരു അറിവനുസരിച്ച് മിനിമം 3 പ്രാവശ്യമെങ്കിലും വാണിംഗ് കൊടുത്തതിന് ശേഷമേ ഒരു എംപ്ലോയർക്ക് എംപ്ലോയീസിനെ ടെർമിനേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ നമുക്ക് തോന്നുകയാണ് ഒരു കറക്റ്റായ റീസണിലല്ല എന്നെ ടെർമിനേറ്റ് ചെയ്തതെന്ന് നമുക്ക് തന്നെ ഒരു ഉറപ്പുണ്ടെങ്കിൽ നമുക്കിത് ഫയൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എംപ്ലോയർ ഇതിന് റെസ്പോൺസിബിൾ ആണ്, ഇതിന് ആൻസർ പറയാൻ റെസ്പോൺസിബിൾ ആണ്. അടുത്തതായി നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഇവിടെയും പല യൂണിയൻസ് എംപ്ലോയീസിന് വേണ്ടിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ യൂണിയൻസിനെ ബന്ധപ്പെട്ടാൽ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കിട്ടും. അടുത്തതായി അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്. നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറുന്ന ആ ടൈം പീരീഡിൽ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തതായി ഇവിടുത്തെ പോസ്റ്റൽ സർവീസുകൾ. സാധാരണ രീതിയിൽ ഇവിടുത്തെ പോസ്റ്റുകൾ ഡിലേ ആവാറില്ല, ഫാസ്റ്റ് തന്നെയാണ്. പക്ഷെ ചില സമയങ്ങളിൽ അതായത് ന്യൂ ഇയർ, ക്രിസ്മസ് സമയങ്ങളിൽ മാത്രമാണ് കുറച്ച് ഡിലേ വരാറ്. പിന്നെ മറ്റു കൺട്രീസിലുള്ള പോലെ തന്നെ ഇവിടെയും ട്രാക്കിംഗ് സിസ്റ്റംസ് ഉണ്ട്. പക്ഷെ ട്രാക്കിംഗ് കൊടുക്കാതെ തന്നെ പോസ്റ്റിന് പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ ആൾക്കാർക്ക് കിട്ടാറുണ്ട്. അതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ. അടുത്തതായിട്ട് സൈക്ലിംഗ് ലൈനുകൾ. ജർമ്മനി സൈക്ലിങ്ങിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ സൈക്കിൾ ഓടിക്കാൻ വേറൊരു റൂട്ടിൽ വേറൊരു ലൈനുണ്ട്. ഇത് സൈക്കിളിൽ ജോബിന് പോകുന്നവർക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ സൈക്ലിംഗ് ഹോബി ആയിട്ടുള്ളവർക്കും വളരെ ഹെൽപ്ഫുൾ ആണ്. ജർമ്മനിയിൽ ലോ ക്രൈം റേറ്റ് ആണുള്ളത്. നമ്മളിപ്പോൾ ടോപ്പ് 20 പീസ്ഫുൾ കൺട്രീസ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിലൊരു കൺട്രി ആയിരിക്കും ജർമ്മനി. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള പാരൻസിന് അധികം ടെൻഷൻ ഇല്ലാതെ കുട്ടികളെ ജർമ്മനിയിലോട്ട് പഠിപ്പിക്കാൻ വിടാവുന്നതാണ്. അടുത്തത് ജെൻഡർ ഇക്വാലിറ്റി. ജർമ്മനി ജെൻഡർ ഇക്വാലിറ്റിയിൽ വളരെ ഇമ്പോർട്ടൻസ് കാണുന്ന ഒരു കൺട്രിയാണ്. ഇവിടെ ഫീമെയിൽ എന്നോ മെയിൽ എന്നോ പ്രത്യേക കാറ്റഗറിയോ അല്ലെങ്കിൽ പ്രത്യേക റൂൾസ് ഒന്നുമില്ല. എല്ലാവരും ഈക്വൽ ആണ്. ജോലി സ്ഥലത്താണെങ്കിലും അതുപോലെ തന്നെ പഠിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും എല്ലാം തുല്യമായിരിക്കും. ഇതുകൂടാതെ 2017 മുതൽ ഇവിടെ സെയിം ജെൻഡർ മാരേജ് ലീഗലി അപ്രൂവ്ഡുമാണ്. ഇത്രയുമാണ് ഈ 4 വർഷം കൊണ്ട് എനിക്ക് ജർമ്മനിയിൽ തോന്നിയിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുകയും വേണം. ഇത്രയും നാളായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയും വേണം. ബൈ യു ഓൾ. സീ യു നെക്സ്റ്റ് ടൈം.